ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അതുപോലുള്ള വിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിന് വേണ്ട ശ്രദ്ധകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ അതിന് കൊടുത്തിരുന്ന ശ്രദ്ധകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താ വെച്ചാൽ നമ്മൾ പുതിയ ചാനൽ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചാനൽ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തൊക്കെ ആയിട്ട് തുടങ്ങി ഏകദേശം ഇങ്ങനെ തുടങ്ങി വരുന്നവർക്ക് അല്ലെങ്കിൽ വന്നവർക്ക് അപ്പോൾ അവർക്കും അത് ഉപകാരപ്രദമാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം. ഇപ്പോൾ 2022 നമ്മളെ ചാനൽ, ഇപ്പോൾ ഈ ഒരു ചാനൽ വ്യൂസ് വിത്ത് രാജൻ എന്നുള്ള യൂട്യൂബിലെ ചാനൽ തുടങ്ങിയത്. അപ്പോൾ 2022, 23, 24 ഇവിടെ ഏകദേശം അവസാനിക്കാനായല്ലോ. നവംബറാണിത്, അപ്പോൾ ഡിസംബറും കൂടി. അപ്പോൾ ഏകദേശം നമ്മൾ 3 വർഷം കംപ്ലീറ്റ് ആവുകയാണ്, 4ാം വർഷത്തേക്ക് കടക്കും ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഇത്രയും സമയത്തെ ഏകദേശം ഒരു 3 വർഷം കംപ്ലീറ്റ് ആവുമ്പോൾ അത്രയും സമയത്ത് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടാണ്, അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങുന്ന സമയം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിക്ക് ഇപ്പോൾ ആരുടെ കയ്യിലാണെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അതിപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള, അധികം വിലയില്ലാത്ത പിന്നെ മൊബൈൽ ഫോണുകളിൽ പോലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ മൊബൈൽ ഫോണുകളുണ്ട്. പിന്നെ കുറച്ചുകൂടി നമ്മൾ പൈസ മുടക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി നല്ല റേറ്റിൻ്റെ ആണെങ്കിൽ നല്ല ക്യാമറകളിനെ വരുന്നതുണ്ട്. നമുക്ക് ഇത് നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വലിയൊരു സ്ക്രീനിലേക്ക് അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണ് പലതരത്തിലുള്ള, ഇപ്പോൾ ഒരു 6 ഇഞ്ച്, 6.4 ഇഞ്ച്, 7 ഇഞ്ച്, അങ്ങനെ ആ ലെവലിൽ ഇപ്പോൾ അതുപോലെ ഉള്ള മൊബൈൽ ഫോണുകൾ, പിന്നെ ടാബ്ലറ്റ് ആണെങ്കിൽ ഇപ്പോൾ 8 ഇഞ്ച്, അതുപോലെ 10 ഇഞ്ചിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ 21, 22 ഇഞ്ചിലൊക്കെ വരുന്ന മോണിറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ലെവലിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മളിത് കൂടുതൽ കാണുക. പിന്നെ ഇപ്പോൾ സ്മാർട്ട് TV-കൾ വന്നിട്ടുണ്ടെങ്കിലും കൂടുതലും ആളുകൾ മൊബൈൽ ഫോണിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലാതുള്ള ഇതിൽ ഇപ്പോൾ ഒരു കടയിൽ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ മൊബൈൽ ഫോണാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്വാളിറ്റി കിട്ടുന്നത് ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ. ഇപ്പോൾ നമ്മൾ വലിയ സ്ക്രീനിലേക്ക് കാണുന്ന സമയത്താണെങ്കിൽ നമുക്ക് ക്യാമറയും അതിനനുസരിച്ച് ക്വാളിറ്റി കൂടുതലുള്ള, അതായത് വീഡിയോ ക്വാളിറ്റി കൂടുതലുള്ള വേണം. അതാണ് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെറിയ സ്ക്രീനിലാണ് ഇത് കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ കൂടുതൽ ആളുകൾ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്താലും നല്ല ക്വാളിറ്റി കിട്ടുന്നത്. മറ്റേത് വലിയ സ്ക്രീനിലേക്ക് പോകുമ്പോൾ പിക്സലേഷൻസ് ഒക്കെ വരും, അപ്പോൾ ആ ഒരു ക്വാളിറ്റി കുറയും. അപ്പോൾ അതിന് നമ്മൾ വലിയ ക്യാമറകൾ, അല്ലെങ്കിൽ ഇതിനായി ഡെഡിക്കേറ്റഡ് ക്യാമറകൾ, അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സിനിമ ക്യാമറകളൊക്കെ വരുമ്പോൾ അത് വലിയ ഫോർമാറ്റിൽ വലിയ സ്ക്രീനിൽ തന്നെ വരുമ്പോൾ നല്ല ക്വാളിറ്റി ലോസ് ആവാതെ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതല്ല നമ്മൾ ആവശ്യം, യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു സ്ക്രീനിൽ മൊബൈൽ ഫോണിൽ ആണ് കൂടുതൽ കാണുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് മതി. മറ്റുള്ളത് അത് വാങ്ങിക്കാൻ കഴിയുന്നവർക്ക് അത് വാങ്ങിക്കാം, അതിൻ്റെ രീതിയിൽ പോകാം. പക്ഷേ എങ്കിലും ഒരു ബേസിക് ആണല്ലോ നമ്മൾ പറയുന്നത്. ബേസിക് എന്നുള്ള ലെവലിൽ ഈ മൊബൈൽ ഫോണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ വാങ്ങിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് വേണ്ടത് നമുക്കതിന് ഒരു ട്രൈപോഡ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ട്രൈപോഡും ഒരു ലൈറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ഇത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണം. മിനിമം നമുക്കൊരു ലൈറ്റ്, ഒരു ട്രൈപോഡ്, ഈ മൊബൈൽ ഫോണ്. പിന്നെ മൈക്ക് മൊബൈൽ ഫോണിലുള്ള തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത ഇൻബിൽഡ് മൈക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര ഒരു തലവേദന ഇല്ല, ഈ മൈക്ക് മതി. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വയേർഡ് മൈക്ക്, ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വയേർഡ് മൈക്കിലാണ്. പക്ഷേ ഈ വയേർഡ് മൈക്കിനുള്ള വെച്ചാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ വീടിന് അകത്തു നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയേർഡ് മൈക്ക് പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, അതുകൊണ്ട് വയേർഡ് മൈക്ക് അതിന് നല്ല പറ്റിയതാണ്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ വയർലെസ് മൈക്കാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ വയർലെസ് മൈക്ക് ആകുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും, പിന്നെ റേറ്റ് കുറഞ്ഞതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നോക്കി വാങ്ങിക്കുക. പക്ഷേ ഇല്ലെങ്കിലും നമ്മൾ ഈ ഫോണിൻ്റെ ഈ ഒരു തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത മൈക്രോഫോണൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി. പക്ഷേ അപ്പോൾ എന്തായാലും നമ്മളൊരു ഷെയ്ക്ക് ആവാതെ, അതായത് നമ്മൾ ഇളകാതെ ആ ഒരു ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ട്രൈപോഡ്, പിന്നെ ലൈറ്റ് നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിലാണ്, അതായത് ഇൻഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. പുറത്ത് നമുക്ക് ലൈറ്റ് വേണ്ട. അപ്പോൾ ഇൻഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നോയ്സ്, ഒരു ഗ്രെയിൻസ് ഉണ്ടായിരിക്കും, പിന്നെ ആ ഒരു ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ക്വാളിറ്റിയിൽ, അതായത് നമ്മൾ ചെറിയ സ്ക്രീനിക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ അതിനുള്ള ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ തന്നെ ഈ ചെറിയ സ്ക്രീനിലേക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് കാണാൻ കഴിയും. അതുപോലെ അതിൻ്റെ എഡിറ്റിംഗ് സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഈ എഡിറ്റിങ്ങിന് ഏതൊക്കെ രീതിയിൽ വരണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വരണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പല പല ആംഗിളുകളിൽ എടുത്തിട്ട് അത് ഓരോന്ന് മിക്സ് ആക്കിയിട്ട് കണ്ടിന്യൂഷനൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോസ് തന്നെ കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലേ, ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മൾ പല ആംഗിളിലാണ് കാണിക്കുന്നത്. ആദ്യം ചിലപ്പോൾ ആ വിളമ്പുന്ന ഒരു ആംഗിളിലാണെങ്കിൽ അപ്പോഴേക്ക് അടുത്തത് വേറെ, അങ്ങനെ പല രീതിയിലായിട്ട് കാണിച്ചു പോകണം. അതാണ് ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള പലതരത്തിലുള്ള ഷോർട്സുകൾ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിത്രീകരിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അധികം ധാരണ ഇല്ലാത്ത, അറിവില്ലാത്ത ആളുകൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം, അങ്ങനെ വരണം. അപ്പോൾ ഞാനൊക്കെ ഇത് തുടങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം തന്നെ ക്യാമറ ഉണ്ട്. ഞാൻ ഈ മേഖലയിൽ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. ഫ്രീലാൻസ് വീഡിയോ എഡിറ്റർ, വീഡിയോഗ്രാഫർ എന്ന രൂപത്തിൽ ഞാൻ തന്നെ ഏത് വർക്കും ഞാൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രോഗ്രാമാക്കി മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഇത് മുഴുവൻ സമയം നമ്മളെ ചാനലിലാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. വേറെ ആർക്കും മറ്റ് വീഡിയോസൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഉപകരണങ്ങളും കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് പഠിച്ചതും. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചതായതുകൊണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് മറ്റ് റിസ്ക്കുകളില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തൊന്നും വീഡിയോഗ്രാഫി ഒന്നും എനിക്കൊരു തീരെ ബുദ്ധിമുട്ട് വരുന്നില്ലായിരുന്നു. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് യൂട്യൂബ് ചാനൽ കൂടിയും തുടങ്ങി, അത്ര മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനലിലേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ പറഞ്ഞ മാതിരി പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ അതിനൊരു അവർക്കൊരു താല്പര്യം ഉണ്ടായിരിക്കും, ഇന്ന ക്യാമറകളിൽ വേണമെന്നുണ്ടായിരിക്കും, ആ രീതിക്കുള്ള. അപ്പോൾ അങ്ങനത്തെ ഒന്നും യാതൊരുവിധ റെക്കമെൻഡേഷൻസും ഇവിടെ വരുന്നില്ല. നമുക്ക് ഏത് ക്യാമറയിലും ഷൂട്ട് ചെയ്യാം. മൊബൈലാവാം, ക്യാമറകൾ തന്നെ പലതരത്തിലുള്ളതുണ്ട്. ചെറിയ ക്യാമറകൾ, അതിൽ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി വരുന്ന രീതി, അങ്ങനെ പല രീതിയിലുള്ള ക്യാമറകൾ അത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ ഒരു സ്വാതന്ത്ര്യമാണ് സത്യത്തിൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കൊരു തലവേദനയില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ മൊബൈൽ ഫോണിൽ എടുക്കുകയാണെങ്കിലും ക്യാമറയിൽ എടുക്കുകയാണെങ്കിലും ഏതാണെങ്കിലും ഷെയ്ക്ക് ആവാതെ നല്ല വൃത്തിയായിട്ട് വീഡിയോ എടുത്താൽ മാത്രമേ കാണുന്നവർക്ക് കാണാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ആരാണോ ആ ഫ്രണ്ടിൽ വരുന്നത് എന്നുള്ളതല്ല, അത് എങ്ങനെ നമ്മൾ വീഡിയോ ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ട് പ്രേക്ഷകർക്ക് എത്തിക്കുന്നു, അതിനാണ് ശരിക്കും വാല്യൂ ഉള്ളത്. നമ്മൾ പറയുമ്പോൾ നമ്മളെ ചാനലിലാണെങ്കിൽ അമ്മ ഉണ്ട്, അപ്പോൾ അമ്മേനെ കാണാനാണ് പ്രേക്ഷകർ കൂടുതൽ താല്പര്യം എന്ന് പറയുമ്പോഴും അത് എങ്ങനെ നമ്മൾ ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അതായത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു, അതാണ് സത്യത്തിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരറിയാതെ ആ ഒരു എലമെൻ്റാണ് ശരിക്കും അവരിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ വീഡിയോഗ്രാഫിയൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണെങ്കിലും അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങോ ആരെങ്കിലും തരികയാണെങ്കിലും അവർ കൃത്യമായിട്ട് നമ്മൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അത് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആൾ, അതായത് അത് ഒരാളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു പാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു മറ്റെന്തെങ്കിലും സ്ഥലങ്ങളായിരിക്കാം. ഈ സ്ഥലത്തിനെ നമ്മൾ എങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, നമ്മളൊരു ഓവറോൾ ഒരു വീഡിയോ ആക്കി പ്രേക്ഷകർക്ക് എത്തിക്കുമ്പോൾ അതാണ് സത്യത്തിൽ പ്രേക്ഷകർ ആസ്വദിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ആ ബിൽഡിങ്ങിലേക്കാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും അത് എങ്ങനെ ചിത്രീകരിച്ചു, വെറുതെ ഇപ്പോൾ അവിടെ മുമ്പിലൊരു ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ട് ക്ലിയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ട് എന്നിട്ട്
അധികം ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയില്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് നല്ല സ്ഥലമായിട്ടും കാര്യമില്ല, നമ്മളത് അറിയാതെ നമ്മളത് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ അതേപോലെ ആദ്യത്തെ ചിലപ്പോൾ കണ്ടു എന്ന് വരാം, 2 or 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് വെറുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് തുടങ്ങുന്ന ആളുകൾ, നമ്മൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചാലും ക്യാമറയിൽ ചിത്രീകരിക്കുകയാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് എത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നു അത്രയും ശ്രദ്ധയിൽ വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ അത് കണ്ടോളും. ട്രൈപോഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിപ്പോൾ ഈ ഒരു ലെവലിലെ ട്രൈപോഡാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രൈപോഡാണ്. ഏകദേശം അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 2000 രൂപ വില ഉണ്ട്. ഇത് ബ്രാൻഡഡ് തന്നെയാണ്, നല്ല ക്വാളിറ്റി. നമുക്ക് ലൈറ്റ് മുകളിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ലൈറ്റ് ഇതാ നേരെ നമുക്ക്, ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഉപയോഗിക്കാതെയാണ് നമ്മൾ നേരെയുള്ള ഇവിടുത്തെ ബൾബിലാണ് ഇപ്പോൾ ഇത് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊരു ലൈറ്റ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈറ്റ് കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഇതാണ്. ഇപ്പോൾ കിച്ചണിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ്, കാരണം ഇത് നമുക്ക് പോർട്ടബിളാണ്, നല്ല ലൈറ്റാണിത്. അപ്പോൾ ഈ ഒരു ട്രൈപോഡും ഇപ്പോൾ ഫോൺ ഏതോ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, ഈ ഒരു ലൈറ്റ് മിനിമം ഇത്രയെങ്കിലും നമ്മളെടുത്ത് ഉണ്ടായാൽ, ഇതിപ്പോൾ ഈ വിലേൻ്റെ വേണമെന്നല്ല പറയുന്നത്, ഇതിൽ കുറച്ച് ഇത് പറഞ്ഞാലും, പക്ഷേ അപ്പോൾ നമുക്ക് ലൈറ്റ് കൂടി ഇതിൽ മേൽഭാഗത്ത് ഇത് കണ്ടു ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു സംവിധാനം കൂടി വേണം. അതുകൂടി ഒന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കടയിൽ നിന്നോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലൊക്കെ അത് ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, ഇപ്പോൾ അതിപ്പോൾ ഐഫോണും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാനുമില്ല, നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാനുള്ള സംവിധാനങ്ങളായി ഇപ്പോൾ നമ്മളെടുത്ത്, അതിനുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ആയി, ഒരു മൊബൈൽ വ്ളോഗിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ആയി. അപ്പോൾ അത്രയെങ്കിലും ഒക്കെ ഒരു ഉപകരണങ്ങൾ നമ്മൾ വാങ്ങി വയ്ക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. വെറും മൊബൈൽ മാത്രം ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ കുറച്ച് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ ഇത്രയൊരു മിനിമം ഒരു സംഗതിയെങ്കിലും നമ്മൾ വാങ്ങി വെക്കണം. അതാണിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.